ഏവർക്കും ഹൃദയം നിറഞ്ഞ വന്ദനം. സാധനാനുഷ്ഠാനങ്ങളിലെ ജപധ്യാനാദികൾക്കുള്ള പ്രാധാന്യമാണ് പറഞ്ഞു വരുന്നത്. നിരന്തരമായ മന്ത്രജപം ഒരുവനെ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഏതൊരു മന്ത്രമാണോ ജപിക്കുവാൻ കൂടുതൽ താല്പര്യം തോന്നുന്നത്, അല്ലെങ്കിൽ ഇഷ്ടദേവതാ മന്ത്രമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഏതാണോ, ആ മന്ത്രം നിരന്തരമായിട്ട് ജപിക്കുമ്പോൾ അത് ആത്മാർത്ഥതയോടെ കൂടിയാണെങ്കിൽ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലുമൊക്കെ അതിൻ്റെ ഒരു വ്യത്യാസം വരും. ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെ മനസ്സിൽ, ബുദ്ധിയിൽ, ഹൃദയത്തിലൊക്കെ നല്ല ഊർജവും ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഊർജവുമുണ്ട്. അല്ലെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയിലും അസുരനും ദേവനുമുണ്ട്. ഇതിലെ ദേവതത്വത്തെ ഉണർത്താൻ ശ്രമിക്കുന്നതാണ് ആധ്യാത്മിക സാധനാനുഷ്ഠാനങ്ങൾ. ഉള്ളിലുള്ള ആസുരവാസനകളെ ഉയർന്നു വരുന്നതാണ് മദ്യപാനം, അതുപോലെ മറ്റുള്ളവരോട് ദോഷം കണ്ടുപിടിക്കുക, കുശുംബകുന്നായ്മ, ഇതുകളൊക്കെ നമ്മുടെ ഉള്ളിലെ രാക്ഷസനെ ഉണർത്തുന്നതാണ്. രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. വേണമെങ്കിൽ ദേവനാവാം, അല്ലെങ്കിൽ അസുരനാവാം. ദേവാസുരത്വം രണ്ടും ഉള്ളിലുണ്ട്. അതിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഏതാണോ അവൻ ആ തരത്തിലെ പെട്ടവനായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളിലെ വിശിഷ്ടഭാവങ്ങളെ, സാത്വിക ഭാവങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നു ജപസാധനകൾ കൊണ്ട്. ജപസാധനകൾ ഉണർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്നു വരുമ്പോൾ, നിരന്തരം ഒരു സ്വഭാവമാവുമ്പോൾ അറിയാതെ തന്നെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലും ഒക്കെ ഒരു ഊർജപ്രവാഹം അങ്ങനെ നിരന്തരം നടക്കും. ഒരു നിരന്തര പ്രക്രിയ ആകുമ്പോഴത്തെ കാര്യമാകട്ടോ. ഇപ്പം ശരീരത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെയായി ഒരു ഊർജവലയം ഉണ്ടായി വരും. ആ ഊർജവലയം ആ വ്യക്തിയെ, ഏതൊരു വ്യക്തിയാണോ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്, ആ വ്യക്തിയെ അശുഭങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കും, നന്മയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലൊരു ഊർജവലയം ശ്രീനാരായണ ഗുരുദേവനെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രം നിരന്തരം ജപിക്കുന്നയാളാണെങ്കിൽ, അതോടൊപ്പം സത്സംഗവും ഗുരുദേവയിലൊക്കെ പങ്കെടുക്കുകയും ഗുരുദേവകൃതികൾ ചൊല്ലുകയും ഗുരുവിനെ നിരന്തരം മനസ്സിൽ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളിൽ ഒരു ശ്രീനാരായണ കവചമുണ്ടായി വരും. ഒരാധ്യാത്മികമായിട്ടുള്ള ശക്തിയുടെ ആധിക്യം വന്ന് അത് നമ്മുടെ ശരീരത്തിലെ ഒരു കവചമായിട്ട് തീരും. കർണന് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നത് പറയുന്നത് ഇത്തരത്തിലായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കവചം സാധകനെ അശുഭങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച്, അല്ലെ നമുക്കുണ്ടാകാവുന്ന ശാരീരികമായ, മാനസികമായ, ബൗദ്ധികമായ ഹൃദയതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെയേറെ ഒഴിവാകുവാൻ, അല്ലെ ഇല്ലാതാക്കുവാൻ ഈ ഊർജത്തിന് സാധിക്കും. അങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന ഏറ്റവും നല്ല ഊർജം, പോസിറ്റീവായിട്ടുള്ള ഊർജത്തെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഋണാത്മകമായ ശക്തികൾ ദുർബലപ്പെടും. കിഴക്കോട്ട് നടക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് അകലുന്നത് പോലെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആധ്യാത്മികമായ ഉന്നതി ഉണ്ടാവും. ഇപ്പോൾ നിരന്തരമായ ജപധ്യാനങ്ങൾ ഒരു സാധകൻ ചെയ്തേ മതിയാവും. അല്ലെ യഥാർത്ഥ ഒരു ഗുരുഭക്തനാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യണം. അല്ലാത്ത ആളുകളൊക്കെ ഗുരുവിൻ്റെ ഭക്തനാണെന്നും പറഞ്ഞ് മേനി നടിച്ച് നടക്കാം. അതിലപ്പുറത്തേക്ക് ഗുരു സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മദ്യപിച്ച് മതോന്മത്തനായി നടക്കുന്നയാളും പറയുന്നത് ഞാൻ ഗുരുഭക്തനാണ്. കൊടിയ ജാതീയതയുള്ളയാളും അത് തന്നെ പറയുന്നു. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഒരു ഭാവത്തോടു കൂടി നടക്കുന്നയാളും ഞാൻ ഗുരുവിൻ്റെ അടിയുറച്ച ഭക്തനാണെന്ന് പറയുകയാണ്. പക്ഷേ ഇതൊന്നും
ഗുരുവിലേക്ക് ചെന്ന് ചേരുമോ എന്നറിയില്ല. എന്ന് വെച്ചാൽ ഗുരു അരുതെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ നമ്മുടെ മുതലാക്കി കൊണ്ട് നടന്നാൽ എങ്ങനെയാ ഗുരുവിലേക്ക് വരിക? അതുകൊണ്ട് സാധനാനുഷ്ഠാനങ്ങൾ തീവ്രമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും കുറേയെങ്കിലും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അനുഷ്ഠിക്കുവാനും അത് ചെയ്യുവാനുള്ള മനസ്സും കാണിക്കണം. അപ്പോൾ ഗുരുവിനെ മന്ത്രങ്ങളെ ജപിക്കുക, അതോടൊപ്പം ഗുരുവിനെ ധ്യാനം ചെയ്യുക, ഗുരുധ്യാനം. സഗുണധ്യാനം, നിർഗുണധ്യാനം എന്നൊക്കെ പറഞ്ഞ് 2 തരം ധ്യാനങ്ങളുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. ഒന്നെങ്കിൽ ഗുരുവിൻ്റെ ആ രൂപത്തെ ഒന്ന് നോക്കിയിരുന്ന് കുറേ നേരവും ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന മന്ത്രം ചൊല്ലുകയും ഗുരുവിൻ്റെ ഫോട്ടോയിലേക്കോ പടത്തിലേക്കോ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഗുരുവിൻ്റെ ആ ഒരു ചിത്രത്തിലേക്കോ നോക്കി അങ്ങനെ നിർനിമേഷനായിട്ട് ചിന്തകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഇനി അതല്ലെങ്കിൽ മനസ്സിനെ വെറുതെ നിർത്തിയാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. ഇതിലേതാണോ, സഗുണമാണോ നിർഗുണമാണോ നമുക്ക് സാധിക്കുന്നത്, ആ തരത്തിലേക്ക് മനസ്സിനെ ധ്യാനാവസ്ഥിത മനസ്സനാക്കി മാറ്റുക. മനസ്സിനെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. അല്ല, ഇത് വിരസമല്ല. അത് പുതുമാങ്കനി പുത്തമൃതേ കുളമേ എന്നുള്ള രീതിയിൽ നല്ല മധുരം കഴിക്കുന്നത് പോലെയും പഞ്ചസാര കഴിക്കുന്ന പോലെയും ശർക്കര കഴിക്കുന്നത് പോലെയും നല്ല പഴം തിന്നുന്നത് പോലെയും ഒക്കെയുള്ള ഒരു സ്വാദ് നമുക്ക് കിട്ടും. ആസ്വാദ്യമാണത്, അല്ലാതെ വിരസമാണെന്ന് ധരിക്കരുത്. പക്ഷേ അതിനകത്തൊരു താല്പര്യം വേണം. വിജ്ഞാനീയത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്തരത്തിലെ ഒരു മനോഭാവം ഉള്ളവരാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആയി വരണമെന്നുള്ളതാണ് ഈ ഗുരുവിജ്ഞാനീയത്തിൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് നമുക്ക് പരസ്പരം അറിയാനൊന്നും സാധിക്കാത്തത് കൊണ്ടും മനസ്സിലാവാത്തത് കൊണ്ടും കേൾക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമൊക്കെ ഏത് തരം അഭിരുചിയാണ് ഓരോരുത്തർക്കും ഉള്ളതെന്നൊന്നും അറിയത്തില്ല. ഏതായിരുന്നാലും യഥാർത്ഥ ഒരു ഗുരുഭക്തനാവണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായേ കഴിയും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു പ്രയോജനം കിട്ടിയെങ്കിൽ നന്നായി എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. എന്തായാലും കുറച്ചാളുകളെങ്കിലും ഈ ഒരു പന്ഥാവിലേക്ക് വരുന്നതായിട്ടൊക്കെ അറിയാൻ സാധിക്കുന്നത് ശുഭോദാർഹമാണ്, സന്തോഷാർഹമാണ്. ഈ ഗ്രൂപ്പ് കേവലമായ ഗുരുവിൻ്റെ ഒരു വാചകമെടുത്ത് പോസ്റ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വയ്ക്കാനും ഒന്നും ഉള്ള ഒരു ഗ്രൂപ്പല്ല. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഗുരുവിൻ്റെ വചനങ്ങളാണെങ്കിൽ പോലും എടുത്തു ചേർക്കുമ്പോൾ അത് അരുത് എന്നതിൻ്റെ അഡ്മിൻസ് നിങ്ങൾക്ക് ഉപദേശം തരുന്നത്. അതിനകത്ത് മറ്റൊന്നും വിചാരിക്കേണ്ട. ഇത് ഗുരുദേവ സൂക്തമാണല്ലോ, അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യമാണല്ലോ, പിന്നെ എന്തിനാ ഇതിനകത്ത് ഇടരുതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇതിനകത്തേക്ക് കുത്തി നിറയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തനിമ, ഇതിൻ്റെ ഒരു പെക്യുലിയാരിറ്റി അതൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കാത്തു സൂക്ഷിക്കണമെന്നുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത് ഇത്തരം ഈശ്വരീയമായ കാര്യങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്തു വരുന്നത്, ഇതിനകത്ത് ചിന്ത ചെയ്തു വരുന്നല്ല. ഗുരു എവിടെ ജനിച്ചു, എന്താണ് ഗുരുവിൻ്റെ കർത്തവ്യമായിരുന്നത്, അല്ലെ ഗുരുവിൻ്റെ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഗുരുദേവൻ്റെ കൃതികൾ, ഗുരുദേവൻ്റെ അപൂർവതകൾ, ഗുരുദേവ ജീവിതത്തിലെ ഈ ആധ്യാത്മിക മാർഗത്തിലേക്ക് ഗുരുവിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യങ്ങളായിട്ട് ഗുരു എന്തൊക്കെ പറഞ്ഞോ അതൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ സമയത്തായിരിക്കും അവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ടാക്കുന്നു, ഇവിടെ ശിലാസ്ഥാപനം നടത്തുന്നു, അവിടെ അയാൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റ് വരുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ ഒരു നന്മ, ഈ ഒരു അപൂർവത, അല്ലെ ഒരു അപ്രമേയത ഇതിനുണ്ടാവണം. ഗുരുമാർഗത്തിൽ എല്ലാവരും ചരിക്കുവാൻ യഥാർത്ഥ ഗുരുമാർഗം ഇതാണെന്ന് ഗുരുവിജ്ഞാനീയത്തിൻ്റെ സംഘാടകർ കരുതുന്നു. അത് ശരി തന്നെയുമാണ്. അപ്പോൾ ആ തരത്തിൽ ആണ് ഗുരുവിലേക്ക് അടുക്കേണ്ടതെന്ന നിശ്ചയമുള്ളതുകൊണ്ടും ഉറപ്പുള്ളതുകൊണ്ടും യഥാർത്ഥ മാർഗം അതായതുകൊണ്ടും ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളതിനെയൊക്കെ നല്ല മനസ്സോടുകൂടി അല്ലെ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ സ്വീകരിക്കണമെന്നും കൂടെ ഒരു അപേക്ഷയുണ്ട്. അപ്പോൾ ഗുരുവിനെ ധ്യാനിക്കുക. ധ്യാനത്തിനൊക്കെ വിവിധമായ തലങ്ങളുണ്ട്, കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളതാണ്. പക്ഷേ ഇതേപോലെയുള്ള ഒരു മാധ്യമത്തിൽ കൂടി ഇങ്ങനെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയണമോ എന്ന സംശയമുള്ളത് കൊണ്ട് സാധനാനുഷ്ഠാനങ്ങളുടെ ആ ഒരു വിഷയം
തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്ത ദിവസം മുതൽ മറ്റേതെങ്കിലും ഗുരുദേവകൃതികളിലേക്കൊക്കെ കടക്കാമെന്ന് വിചാരിക്കുകയാണ്. നന്ദി.